morning. Today's class we are going to discuss about the stereochemistry of disubstituted cyclohexane. Cyclohexane നമ്മൾ സെമിനാറിനൊക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. Structure is having the stable conformation of cyclohexane is the chair form. Okay. ഇതിന്റെ these two are the cyclohexane structure with the ring flipping. Ring flipping നടക്കുമ്പോൾ ഇവിടെ എന്താണോ ആക്സിയൽ പൊസിഷനിൽ ഇരിക്കുന്നത് അത് ഇക്വറ്റോറിയൽ പൊസിഷനിലോട്ട് പോകും. ഓക്കെ, ഇവിടെ ആക്സിയൽ, ഇത് ഇക്വറ്റോറിയൽ, this is equatorial, ഇത് ആക്സിയൽ, ഇത് ആക്സിയൽ, ഇത് ഇക്വറ്റോറിയൽ, ഇത് ആക്സിയൽ, ഇത് ഇക്വറ്റോറിയൽ. സോ അടുത്ത ഇമേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പൊസിഷനിൽ ഇക്വറ്റോറിയൽ ഉണ്ടായിരുന്ന അത് ആക്സിയലാവും, ആക്സിയൽ ഉണ്ടായിരുന്ന ഇക്വറ്റോറിയലായിട്ട് മാറും. That is the difference. So here it is equatorial, axial, axial, equatorial, equatorial, axial, axial, equatorial. Okay. They are in enantiomeric forms. ഇതിന് നമ്പർ കൊടുക്കുന്നത് you label it as 1, 2, 3, 4, 5, 6. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇവിടെ ഡൈസബ്സ്റ്റിറ്റ്യൂട്ടഡ് സൈക്ലോഹെക്സെയിൻസ് ആണ്. അപ്പോൾ ഡൈസബ്സ്റ്റിറ്റ്യൂട്ടഡ് സൈക്ലോഹെക്സെയിൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൽ ഫസ്റ്റ് പൊസിഷനും സെക്കൻഡ് പൊസിഷനും സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്ന കേസ് ഉണ്ട്. 1 and 4 പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്ന കേസ് ഉണ്ട്, 1 and 3 പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്ന കേസ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഫസ്റ്റ് വി ക്യാൻ ലുക്ക് അറ്റ് ദ സബ്സ്റ്റിറ്റ്യൂഷൻ അറ്റ് 1,4 പൊസിഷൻ. സോ 1,4 ഡൈസബ്സ്റ്റിറ്റ്യൂട്ടഡ് സൈക്ലോഹെക്സേൻ്റെ കേസാണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 1,4 ഡൈസബ്സ്റ്റിറ്റ്യൂട്ടഡ് സൈക്ലോഹെക്സേൻ വരയ്ക്കുകയാണെങ്കിൽ ഫസ്റ്റ് പൊസിഷനിലും ഫോർത്ത് പൊസിഷനിലും സബ്സ്റ്റിറ്റ്യൂവൻസ് വരും. ഓക്കെ, ഇതിൽ തന്നെ നമുക്ക് സിസ് ഐസോമറും വരാം, ട്രാൻസ് ഐസോമറും വരാം. ഇതിന്റെ മിറർ ഇമേജ് നമ്മൾ ഇപ്പോൾ എടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂവന്റ് എന്ന് പറയുന്നത് ഡൈമീഥൈൽ സബ്സ്റ്റിറ്റ്യൂവന്റ്. 1,4 ഡൈമീഥൈൽ സബ്സ്റ്റിറ്റ്യൂവന്റ് ആണെങ്കിൽ യു വിൽ ഗെറ്റ് SCH3 group here. If you are looking for a cis isomer, both substituents are directing in the same direction, that is CH3 groups are pointing upwards. So അത് അതിൻ്റെ മിറർ ഇമേജുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ methyl group will be here and methyl group will be here. This is the cis isomer. Here both the methyl groups are pointing in the upward direction, but one methyl group in the axial position and the other is in the equatorial position. Next we can see the trans isomer. How is it here? ട്രാൻസ് ഐസോമറിന്റെ കേസിലാണെങ്കിൽ can have the cyclohexane structure like this. One 4 കേസ് ആയതുകൊണ്ട് 1,4 പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂവൻസ് വരും. ട്രാൻസ് ഐസോമർ എന്ന് പറഞ്ഞാൽ ഒന്ന് upward and other in the downward direction. ഇവിടെ CH3 ഗ്രൂപ്പ് വരും and other CH3 group here. ഇതിന്റെ മിറർ ഇമേജ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ it will be like this. So methyl group will be here and another methyl group will be here.
This is one trans isomer. ഇപ്പോൾ സിസ് ഐസോമറിൻ്റെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് രീതിയിൽ വരച്ചാലും ആക്സിയൽ ഇക്വിറ്റോറിയൽ രീതിയിൽ നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇൻ ദ കേസ് ഓഫ് ട്രാൻസ് ഐസോമർ വി ക്യാൻ ഡ്രോ ബോത്ത് ഗ്രൂപ്പ്സ് അറ്റ് ദ ഇക്വിറ്റോറിയൽ പൊസിഷൻ ആൾസോ. അതായത് CH3 ഗ്രൂപ്പ് ഹിയർ താഴോട്ട്, ഇത് മുകളിലോട്ട്. അതിൻ്റെ മിറർ ഇമേജ് എന്ന് പറയുന്നത് CH3 ഗ്രൂപ്പ്. ഓക്കെ, ഇവിടുത്തെ രണ്ട് CH3 ഗ്രൂപ്പ് എന്ന് പറയുന്നത് ദേ ആർ ഇൻ ഇക്വിറ്റോറിയൽ പൊസിഷൻ. ഇക്വിറ്റോറിയൽ പൊസിഷൻ. Here both are in axial. അപ്പോൾ നമ്മളിവിടെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, if you are comparing all these structures, the stability of a group is higher for this trans isomer with the methyl groups both coming in the equatorial positions. അപ്പോൾ equatorial positionsൽ വരുന്ന സൈക്ലോഹെക്സേൻ്റെ സ്ട്രക്ചറാണ് 1,4 കണ്ടീഷനിൽ സ്റ്റേബിൾ എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം ഡയാക്സിയൽ ഇൻട്രാക്ഷനിൽ നമ്മൾ സ്റ്റെറിക് ഫാക്ടേഴ്സ് കുറേ പഠിച്ചു. എന്തുകൊണ്ടാണ് സബ്സ്റ്റൻസിൽ എന്തൊക്കെ ഫാക്ടേഴ്സാണ് വരുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ നിങ്ങളുടെ സെമിനാറിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം സ്റ്റെറിക് ഇൻട്രാക്സ് വരും, ഡയാക്സിയൽ ഇൻട്രാക്ഷൻസ് ഒക്കെ വരുന്നത് കാരണം ദിസ് ആക്സിയലിൽ വരുമ്പോഴത്തേക്ക് സ്റ്റെബിലിറ്റി കുറവാണ്. സോ എവരി ഗ്രൂപ്പ് ട്രൈ ടു ഓക്കുപ്പൈ ഇൻ ദ ഇക്വിറ്റോറിയൽ പൊസിഷൻ. ഇക്വിറ്റോറിയൽ പൊസിഷനിലാണ് സ്റ്റെറിക് ഹിൻഡ്രൻസ് കുറവും സ്റ്റെബിലിറ്റി കൂടുതലും ഇരിക്കാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ കണ്ടീഷനിൽ ഇവിടുത്തെ രണ്ട് സബ്സ്റ്റിറ്റ്യൂവൻസും ഇക്വിറ്റോറിയൽ പൊസിഷനിൽ വരുന്ന ഗ്രൂപ്പാണ് കൂടുതൽ സ്റ്റേബിൾ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇതിൽ 1,4 ഡൈമീഥൈൽ ഇവിടെ 1,4 ഡൈമീഥൈൽ സൈക്ലോഹെക്സേൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ the stereoisomer of 1,4 dimethyl cyclohexane are achiral. The lower energy of equatorial substance compared to axial is seen in the disubstituted compounds. അപ്പം ഇവിടുത്തെ ഇക്വിറ്റോറിയൽ സബ്സ്റ്റിറ്റ്യൂവൻ്റ് വരുന്ന disubstituted cyclohexane ആണ് more stable. It is stable by about 1.9 kilocalories per mole ആണ് when compared with the diaxial one. So നമ്മൾ എടുക്കുമ്പോൾ കോമ്പൗണ്ട് നോക്കുകയാണെങ്കിൽ മോസ്റ്റ് പ്രൊഡോമിനൻറ്റ് ഫോം എന്ന് പറയുന്നത് ഡൈ ഇക്വിറ്റോറിയൽ കൺഫോമറിൽ നിൽക്കുന്നതാണ്. ഓക്കെ, അതുപോലെ സിസ് ആൻഡ് ട്രാൻസ് 1,4 ഡൈമീഥൈൽ സൈക്ലോഹെക്സേൻ ക്യാൻ എക്സിസ്റ്റ് ഇൻ 2 ചെയർ കൺഫർമേഷൻ. അപ്പോൾ സിസും ട്രാൻസിനും രണ്ട് രീതിയിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. നേരത്തെ കണ്ടതുപോലെ ഇവിടെ രണ്ടിനും ആൾമോസ്റ്റ് സെയിം എനർജിയാണ്, രണ്ടും ആക്സിയൽ ഇക്വിറ്റോറിയൽ പൊസിഷനിൽ വരുന്നതാണ്. പക്ഷെ ട്രാൻസിലാണെങ്കിലാണ് ഒരു ഡിഫറൻസ് വരുന്നത്, ഒന്നിൽ ഡൈ ആക്സിയലും ഒന്ന് ഡൈ ഇക്വിറ്റോറിയലുമാണ്. ഓക്കെ, സോ these three geometrically different relationships exist between these substituents. സോ ഇവിടുത്തെ സിസ് ഐസോമറും ട്രാൻസ് ഐസോമറും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ദേ ആർ ഡയാസ്റ്റീരിയോമേഴ്സ്. Okay, both compounds are achiral because a symmetry plane passes through C1 and C4. ഇപ്പോൾ C1-ൽ കൂടിയും C4-ൽ കൂടിയും ഒരു സിമെട്രി പ്ലെയിനെ കടന്നു പോകുന്നതുകൊണ്ട് ദീസ് കോമ്പൗണ്ട്സ് ആർ അച്ചിറാൾ എന്ന് നമുക്ക് പറയേണ്ടി വരും. ഓക്കെ, അപ്പം റിലേഷൻ എന്ന് പറയുന്നത് ദേ ആർ ഡയാസ്റ്റീരിയോമേഴ്സ്. ദാറ്റ് ഈസ് നമ്മുടെ സിസും ട്രാൻസും കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് there is no mirror relationship, so they are diastereoisomers. Next we can discuss about 1,2 dimethyl cyclohexane. Okay, 1,2 dimethyl cyclohexane case discuss cheyanengil you are having a cyclohexane structure here and the substituents are like this.
സോ അതിൻ്റെ മിറർ ഇമേജ് ഇവിടെ നമ്മൾ മീഥൈൽ ഗ്രൂപ്പ് തന്നെയാണ് എടുക്കുന്നതെങ്കിൽ ഫസ്റ്റ് നമുക്ക് സിസ് നോക്കുകയാണെങ്കിൽ മീഥൈൽ ഗ്രൂപ്പ് 1 ഇൻ ദ ആക്സിയൽ പൊസിഷൻ ആൻഡ് അതർ ഇൻ ദ ഇക്വറ്റോറിയൽ പൊസിഷൻ. രണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നിൽക്കുന്നത് അങ്ങനെ നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. സോ ഇവിടെ അതുപോലെ തന്നെ ആക്സിയലും അതുപോലെ ഇക്വറ്റോറിയലുമാണ് വരുന്നത്. ഇവിടെ റിംഗ് ഫ്ലിപ്പ് ചെയ്താൽ ആക്സിയലും ഇക്വറ്റോറിയലും തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, അതുപോലെ നമുക്ക് ഇതിൻ്റെ ട്രാൻസ് ആണെങ്കിൽ ഒന്ന് അപ്വേർഡും ഒന്ന് ഡൗൺവേർഡ് ഡയറക്ഷനിൽ. ലെറ്റ് CH3 ആൻഡ് CH3 ഹിയർ. ഇതിൻ്റെ മിറർ ഇമേജ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇറ്റ് ആൾസോ ഇൻ ദ axial position. CH3 here and second CH3 is also in axial position. നമുക്ക് അതൊരു പോസിബിലിറ്റിയും കൂടെ ഉണ്ട്. ഇക്വറ്റോറിയൽ പൊസിഷനിൽ വരയ്ക്കാൻ കഴിയും ഇൻ ദ കേസ് ഓഫ് ട്രാൻസ് ഐസോമർ. ദാറ്റ് ഈസ് ഒന്ന് താഴോട്ട് ഒന്ന് മുകളിലോട്ട്. These are the relationship between 1, 2 isomer. ഇത് നമുക്ക് cis isomer and these two are trans isomers. ഡയറക്ഷൻ നോക്കിയാൽ മതി സബ്സ്റ്റിറ്റ്യൂവൻസിൽ മുകളിലോട്ടാണോ താഴോട്ടാണോ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂവൻസ്. അപ്പോൾ ഇവിടെ നമ്മുടെ സിസ് ഐസോമർ നോക്കുകയാണെങ്കിൽ ഒരു സബ്സ്റ്റിറ്റ്യൂവൻറ്റിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആക്സിയലും അതർ സബ്സ്റ്റിറ്റ്യൂവൻറ്റ് ഇക്വറ്റോറിയൽ പൊസിഷനിലാണ്. സോ ഇവൻ ദോ ഇഫ് ഇറ്റ് റിംഗ് ഫ്ലിപ്സ് ബോത്ത് കമ്മിങ് ഇൻ ദ ആക്സിയൽ ഇക്വറ്റോറിയൽ പൊസിഷൻസ്. സോ ഇത് രണ്ടും ആൾമോസ്റ്റ് സെയിം എനർജി നമുക്ക് പറയേണ്ടി വരും ഇതിന് സിസ് ഐസോമർ. ബട്ട് ഇൻ ദ കേസ് ഓഫ് ട്രാൻസ് ഐസോമർ ഹിയർ ബോത്ത് സബ്സ്റ്റൻസ് ആർ ഇൻ ദ ആക്സിയൽ പൊസിഷൻ ആൻഡ് ഹിയർ ബോത്ത് ആർ ഇൻ ദ ഇക്വറ്റോറിയൽ പൊസിഷൻ. So when compared with axial position, equatorial position ആയിരിക്കും കൂടുതൽ സ്റ്റേബിൾ എന്ന് പറയേണ്ടി വരിക. ഓക്കെ, സോ ഇവിടെ ആക്സിയൽ ഇക്വറ്റോറിയൽ പൊസിഷനിൽ നിൽക്കുന്നത് സെയിം എനർജി. അതുപോലെ റിംഗ് ഫ്ലിപ്പിംഗ് എന്ന് പറയുന്നത് ടേക്സ് പ്ലേസ് ഇൻ എ ഫാസ്റ്റർ മാനർ. അപ്പോൾ ആ രണ്ട് പെയേഴ്സ് എന്ന് പറയുന്നത് it exists as a DL pair. It is optically inactive എന്ന് നമുക്ക് പറയേണ്ടി വരും. ഓക്കെ, അതായത് ഈ മിറർ ഇമേജ് ഈ ഇനാൻഷിയോമസ് എന്ന് നമുക്ക് പറയണമെങ്കിലും ഇറ്റ് ഈസ് നോട്ട് റിസോൾവബിൾ because of the rapid inlet conversion ആക്സിയൽ ഇക്വറ്റോറിയലും ഇക്വറ്റോറിയൽ ആക്സിയൽ പൊസിഷന് എപ്പോഴും ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു റിസോൾവ് ദിസ് പെയർ. അതുപോലെ ട്രാൻസിൻ്റെതും നമ്മൾ നോക്കുകയാണെങ്കിൽ ദിസ് ഈസ് ഇൻ ഇക്വിലിബ്രിയം. അതായത് ഈ ആക്സിയൽ നിൽക്കുന്നത് ഇക്വറ്റോറിയലിലേക്ക് ഇക്വിലിബ്രിയത്തിലായിരിക്കും ബിക്കോസ് ഓഫ് ദ റിംഗ് ഫ്ലിപ്പിംഗ്. ഓക്കെ, അതുപോലെ ഈ ആക്സിയൽ നിൽക്കുന്നത് ഇവിടുത്തെ ഇക്വറ്റോറിയലുമായിട്ട് ഇക്വിലിബ്രിയത്തിലായിരിക്കും. അതായത് റിംഗ് ഫ്ലിപ്പിംഗ് നടക്കുന്നതനുസരിച്ച് ആക്സിയൽ, അതായത് ഇതിനെ റിംഗ് ഫ്ലിപ്പ് ചെയ്താൽ നമുക്ക് താഴ്ത്തത് കിട്ടും, അതുപോലെ ഇതിനെ റിംഗ് ഫ്ലിപ്പ് ചെയ്താൽ നമുക്ക് താഴ്ത്തത് കിട്ടും. അപ്പോൾ ഈ ആക്സിയലും ഇക്വറ്റോറിയൽ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ബിക്കോസ് ഓഫ് ദ റാപ്പിഡ് റിംഗ് ഫ്ലിപ്പിംഗ് this axial position can be easily interconverted to equatorial positions. So these four groups, അതായത് ഈ നാലെണ്ണവും we can consider as a pair of enantiomer. ഒരു pair of enantiomer ആയിട്ട് മാത്രമേ ഈ ട്രാൻസിൻ്റെ ഐസോമേഴ്സിനെ നമുക്ക് കൺഫോമേഴ്സിനെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. Okay, but that is the stereochemical relationship between these 1, 2 substituent. അതായത് cis isomer they exist as a DL pair. It is optically inactive because of the rapid conversion of the ring flipping. It is not easily resolvable. But in the case of trans isomer, that is the group coming in the
axial position and also in the equatorial position, because this axial and the equatorial are in equilibrium with each other. So these 4 groups is considered as a pair of enantiomer. But that is the relationship between isomers of this 1,2 disubstituted cyclohexane. So also this trans isomer, among this trans isomer, equatorial position substituted, the groups are coming in the equatorial position is considered to be more stable when compared with the axial one. അപ്പോൾ നമ്മൾ ഒരു group of molecules നോക്കുകയാണെങ്കിൽ only one molecule exists as a axial when compared with the rest all will be equatorial. 100 molecules എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഒരേ ഒരു മോളിക്യൂൾ മാത്രമേ axial കാണുള്ളൂ, ബാക്കിയെല്ലാം equatorial പൊസിഷനിൽ നിൽക്കുന്നതായിരിക്കും. That is the case with the 1,2 disubstituted cyclohexane. Next we are going to discuss about the 1,3 disubstituted cyclohexane. 1,3 disubstituted cyclohexane structure will be like this. So if we trans നോക്കുകയാണെങ്കിൽ methyl group will be in the axial position and other methyl group will be in the equatorial position. So here it is axial equatorial. അതിൻ്റെ mirror image വരയ്ക്കുകയാണെങ്കിൽ it will be like this. CH3 group will be here and our CH3 group will be here. So here it is also axial equatorial. Now നമ്മുടെ cis isomer consider ചെയ്യുകയാണെങ്കിൽ both the groups pointing towards the same direction. Methyl group both pointing upwards. This is the axial condition ആണ്. So it is having the mirror image like this. CH3 will be here and CH3 group will be here. അതുപോലെ ഒരു പോസിബിലിറ്റിയും കൂടെ ട്രാൻസ് ഐസോമർ വരാനുണ്ട്, അതായത് ഇക്വിറ്റോറിയൽ. Methyl group will be here and next methyl group will be in this equatorial position, and another one is the mirror image. CH3 will be here, CH3 will be here. So here the trans isomer cis isomer. These two are cis isomer. But one cis isomer is having both the methyl groups in the axial position and the other cis isomer is having both the methyl groups in the equatorial position. So ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് both the methyl groups coming in the equatorial position. അപ്പോൾ ഇതുപോലെ റിംഗ് ഫ്ലിപ്പിംഗ് പോസിബിൾ ആണ്. ഓക്കെ, ഇപ്പോൾ ട്രാൻസ് ഐസോമറിൽ ആക്സിയൽ ഇക്വറ്റോറിയൽ പൊസിഷനിലാണ് വരുന്നത്. സോ ആ രണ്ട് മോളിക്യൂൾസും ആൾമോസ്റ്റ് ഇക്വിലിബ്രിയം ഡിസ്ട്രിബ്യൂഷനിലായിരിക്കും. ബട്ട് ദ കേസ് ഓഫ് ട്രാൻസ് ഐസോമർ, ഇഫ് യു ആർ കൺസിഡറിംഗ് both methyl groups coming in the equatorial position will be predominating. എന്നാൽ ചില എക്സെപ്ഷണൽ കേസസ് ഉണ്ട്. ദിസ് ഇസ് ഐസോമർ കേസ് എന്ന് പറയുന്നത് സ്റ്റേബിൾ ആണെന്ന് പറഞ്ഞല്ലോ. ഇറ്റ് ഈസ് ബൈ അബൌട്ട് 1.8 കിലോ കാലറീസ് പെർ മോളിലാണ് സ്റ്റേബിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, എന്നാൽ ചില വയലേഷൻസ് ഈ കേസിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാറുണ്ട്. ഓക്കെ, സൈക്ലോഹെക്സേൻ 1,3 ഡയോൾ സൈക്ലോഹെക്സേൻ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പോസിബിളായിട്ട് വരുന്ന സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് OH here, OH here. അതർ പോസിബിൾ സ്ട്രക്ചർ എന്ന് പറയുന്നത് OH here,
and other OH here. This is the trans isomer. ഒന്ന് താഴോട്ട് ഒന്ന് മുകളിലോട്ട്. ആദ്യത്തെ cis isomer. അതുപോലെ both the OH group the equatorial positions. So when we are comparing all three structures, which one will be the most stable എന്ന് നമ്മളിത് ചോദിച്ചു കഴിഞ്ഞാൽ it is diaxial rather than di-equatorial. This is explained on the basis of intramolecular hydrogen bonding. അപ്പോൾ intramolecular hydrogen bonding ഉള്ളത് കാരണം this diaxial position is more stable. Okay. അതുപോലെ വേറൊരു എക്സാമ്പിൾ ആണ് ട്രാൻസ് 1,2 ഡൈബ്രോമോസൈക്ലോഹെക്സേൻ. അപ്പോൾ ദിസ് ഈസ് 1,3യുടെ കേസ്. അടുത്ത് 1,2 ഡൈബ്രോമോസൈക്ലോഹെക്സേൻ്റെ കേസസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൽ ഇതുപോലെ പറയുന്നതിൽ 1,2 ഡൈബ്രോമോ കേസ് വരുമ്പോഴത്തേക്ക് നിങ്ങൾ നേരത്തെ നിങ്ങളുടെ സെമിനാറിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡൈപോൾ ഇൻട്രാക്ഷൻ. അപ്പോൾ ഇവിടെ 1,2 dibromocyclohexane, the diaxial conformation makes more contribution because the dipoles are opposed to each other. അപ്പോൾ ഇവിടെ dipoles എന്ന് പറയുന്നത് oppose ചെയ്ത് നിൽക്കുന്നുണ്ട്. സോ ഡൈ-ഇക്വിറ്റോറിയലിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഡയാക്സിയൽ സബ്സ്റ്റിറ്റ്യൂവൻസ് ആണ് പ്രിഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ സ്റ്റീരിയോ കെമിസ്ട്രി ഓഫ് 1,3 സബ്സ്റ്റിറ്റ്യൂട്ടഡ് സൈക്ലോഹെക്സേൻ്റെ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ വേറൊരു കാര്യം കൂടെ പറയേണ്ടതുണ്ട്. ദ സിസ് ഫോം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ പറഞ്ഞു ഇക്വിറ്റോറിയൽ പൊസിഷനിലുള്ളതാണ് സ്റ്റേബിൾ എന്ന് പറഞ്ഞു. സോ 1,3 പൊസിഷനിൽ CH3 ഗ്രൂപ്പ് വന്നു. So there is a plane of symmetry here. So this cis form, it exists as a meso compound. Okay, but in the case of trans, one major group backward and other in the front direction. So this exists as a pair of enantiomer. ഇതിന്റെ mirror image നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ it will be like this one, CH3 here and other projecting forward. Next page വരയ്ക്കും. This is pointing backwards and this major group is projecting towards front. ഇതിന്റെ മിറർ ഇമേജ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെയാണ്, ഒന്ന് ഫ്രണ്ടിലോട്ടും ഒന്ന് ബാക്കിലോട്ടും. So this exists as a enantiomer while this one exists as a meso compound. നമ്മൾ എല്ലാ കേസിലും അതിന്റെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിയെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എടുത്ത് പറയണം ഓരോ കേസിലും, അതായത് 1,2ൽ എന്തായിരുന്നു സംഭവിച്ചത്. ദാറ്റ് ഈസ് this is isomer due to rapid interconversion it exists as an ideal form and it is optically inactive. But in the case of transform there are four isomers for this transform, but due to the rapid interconversion all these trans isomers together forms a pair of enantiomer. അതുപോലെ ഫസ്റ്റ് കേസ് അതുപോലെ നമ്മൾ പറയുക C1 C4 അക്കിറാൾ കടന്നു പോകുന്നുണ്ട്. അക്കിറാളാണ്, അത് എക്സിസ്റ്റ് ആസ് ഡയസ്റ്റീരിയോമേഴ്സ് ആണെന്നുള്ളത്. അതായത് സിസ് ആൻഡ് ട്രാൻസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡയസ്റ്റീരിയോമേഴ്സ്. അതുപോലെ ഇത് പറയേണ്ടത് 1,3യുടെ കേസിൽ there is a mirror image വരുന്നത് കാരണം സിസിന്റെ കേസ് ഇക്വിറ്റോറിയൽ പൊസിഷനിൽ വരുന്നത് നമ്മൾ സ്റ്റേബിൾ ആണെന്ന് പറഞ്ഞെങ്കിലും ഇറ്റ് ഈസ് എ മീസോ ഫോം. ബട്ട് ഇൻ ദ കേസ് ഓഫ് എ ട്രാൻസ്ഫോം
അവിടെ മീഥൈൽ ഗ്രൂപ്പ് ബാക്കിലോട്ട് മീഥൈൽ ഗ്രൂപ്പ് പുറകിലോട്ട് പോകുന്ന കേസിൽ അത് ദേ ആർ എക്സിസ്റ്റ് ആസ് ഇനാൻജിയോഫോം. ഈ സ്റ്റീരിയോ കെമിസ്ട്രി എടുത്ത് പറയേണ്ടതാണ് എല്ലാത്തിനും. ഓക്കെ, വേറൊരു സ്പെഷ്യൽ കേസ് പറയുന്നത് ട്രാൻസ് 1,3 disubstituted tertiary butyl cyclohexane. ദാറ്റ് ഈസ് നമ്മൾ 1,3 പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നെങ്കിലും ഒരു സബ്സ്റ്റിറ്റ്യൂവൻ്റ് എന്ന് പറയുന്നത് ടെർഷ്യറി ബ്യൂട്ടൈൽ ഗ്രൂപ്പാണ്. ഓക്കെ, CCH3 ബോത്ത് സബ്സ്റ്റിറ്റ്യൂവൻസ്, ഇവിടെ രണ്ട് സബ്സ്റ്റിറ്റ്യൂവൻസും ടെർഷ്യറി ബ്യൂട്ടൈൽ എന്ന് പറഞ്ഞിരിക്കുന്നു. സോ ട്രാൻസ് കേസ് നോക്കുകയാണെങ്കിൽ ഒന്ന് ആക്സിയലും ഒന്ന് ഇക്വിറ്റോറിയൽ പൊസിഷനിലുമാണ് നിൽക്കുന്നത്. In this compound, the cyclohexane ring is twisted in order to avoid the placing the tertiary butyl group in the axial position. അപ്പോൾ ഇവിടെ നമ്മൾ ട്രാൻസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ട്രാൻസിൽ ആക്സിയൽ ഇക്വിറ്റോറിയൽ പൊസിഷനാണ് യൂഷ്വലി ഒക്കുപ്പൈ ആകുന്നത്. അപ്പോൾ ഇവിടെ ബൾക്കി ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒന്ന് ടെർഷ്യറി ബ്യൂട്ടൈൽ ഗ്രൂപ്പാണ്. അപ്പോൾ ഒരെണ്ണം ആക്സിയൽ പൊസിഷനിൽ വന്നേ പറ്റുള്ളൂ. പക്ഷേ ആക്സിയൽ പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ what happens, this cyclohexane ring is twisted in order to avoid the placing of the tertiary butyl group in the axial position and attains twist form attain ചെയ്യും, or skew form എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, or it is called as skew form. ഇപ്പോൾ രണ്ടും ആക്സിയൽ പൊസിഷനിൽ ഇരിക്കുന്നത് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് അതിൻ്റെ സ്ക്യൂ ഫോമിലോട്ട് കൊണ്ടുവരും. സോ it will be appearing like this. So ഒരു methyl group is in this equatorial position and this group will come here. So this is a tertiary butyl. അപ്പോൾ ഇത് അതിൻ്റെ സ്ക്യൂ ഫോമാണ്, അതിൻ്റെ സ്റ്റേബിൾ ചെയ്ത് കൊണ്ടുവരുന്ന ഫോം. അപ്പോൾ ഇതേപോലെ സെവറൽ കോമ്പൗണ്ട്സ് ഉണ്ട്. ബൾക്കി ഗ്രൂപ്പ്സ് ആക്സിയൽ പൊസിഷന് വന്നാൽ അതിൻ്റെ സ്ക്യൂ ഫോം അല്ലെങ്കിൽ എന്താണ് ട്വിസ്റ്റ് ഫോമിലോട്ട് അറ്റൈൻ ചെയ്ത് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുന്നത്. അതേപോലെ ഫ്യൂസ്ഡ് സൈക്ലോഹെക്സേൻ റിങ്സ്, അഡമൻറ്റെയിനിൽ 3 ഫ്യൂസ്ഡ് സൈക്ലോഹെക്സേൻ റിങ്സ് ആർ ഇൻ ദ ചെയർ കൺഫർമേഷൻ. അതുപോലെ ട്വിസ്റ്റെയിൻ എടുക്കുകയാണെങ്കിൽ ട്വിസ്റ്റെയിൻ ദ ട്വിസ്റ്റ് ബോട്ട് ഐസോമർ ഓഫ് അഡമൻറ്റെയിൻ where the 6-membered ring is forced to maintain the twist bot form. അതുപോലെ നോൺ ബോർണൈൻ where the 6-membered ring is maintained in the bot form. അഡമൻറ്റെയിൻ ഉണ്ട്, ട്വിസ്റ്റെയിൻ ഉണ്ട്, നോർമോർണൈൻ ഉണ്ട്. അപ്പം അതിൽ അഡമൻറ്റെയിൻ്റെ ട്വിസ്റ്റ് ബോട്ട് ഫോമാണ് ട്വിസ്റ്റെയിൻ എന്ന് പറയുന്നത്. അതുപോലെ നോർമോർണൈൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ബോട്ട് ഫോമിലാണെങ്കിലും അതിൻ്റെ സ്ട്രക്ചർ ഞാൻ കാണിക്കാം. This is the non-Borneo ring. Okay, so it will be the bot form. Strained ആണെന്ന് പറഞ്ഞാലും സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിങ്ങനെയാണ് നിൽക്കുന്നത്. This is equivalent to അതുപോലെ 1,4 പൊസിഷൻ്റെ സബ്സ്റ്റിറ്റ്യൂവൻസ് വരുന്ന കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 1,4 പൊസിഷനിൽ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുന്ന കേസിൽ ബോട്ട് കൺഫർമേഷൻ വേണമെങ്കിലും അത് ചൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെ 1,4 പൊസിഷനിൽ OH സബ്സ്റ്റിറ്റ്യൂവൻ്റ് വരുന്ന കേസാണ്. OH വന്നു കഴിഞ്ഞാൽ രണ്ടും
ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ബോട്ട് ഫോം അസ്യൂം ചെയ്യാം. Okay. However, when we have to assume there to be bond conformation may be twist bond form even when the compound exists predominantly in the chair form. അപ്പോൾ ചില കോമ്പൗണ്ട്സ് ഉണ്ട് 1,4 പൊസിഷൻ ചെയർ ഫോമിൽ സ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഉണ്ടാവാം, പക്ഷേ റിയാക്ഷൻ പോസിബിൾ ആയിട്ട് വരുന്ന ചില കേസസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ OH ഗ്രൂപ്പ്, അതുപോലെ COH ഗ്രൂപ്പ് ഇവിടെ വരുന്നത്. ഓക്കെ, ഫസ്റ്റ് പൊസിഷനിൽ OH ഗ്രൂപ്പും COH ഗ്രൂപ്പും. ഇവിടെ റിയാക്ഷൻ നടക്കുന്നതെങ്കിൽ ഇത് ബോട്ട് ഫോം അസ്യൂം ചെയ്താൽ ലാക്ടണൈസേഷൻ റിയാക്ഷൻ നടക്കാം. ഓക്കെ, so COH will be here and OH will be here. സോ ഇവിടെ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ലാക്ടോൺ. അപ്പം ഇങ്ങനെ ചില എക്സെപ്ഷണൽ കേസസ് വരും. അതായത് ഹൈഡ്രജൻ ബോണ്ടിങ് വന്നാൽ സ്റ്റേബിൾ ആവുന്ന കേസ്, ഡൈപോൾ മൊമെന്റ് വരുന്ന കേസ്, അതുപോലെ റിയാക്ഷൻ ഏത് ബോട്ട് ഫോം അസ്യൂം ചെയ്ത റിയാക്ഷൻ പോസിബിൾ ആവുന്ന കേസ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സെലക്റ്റീവായിട്ട് എടുത്ത് പഠിച്ചിട്ട് നോക്കേണ്ട കേസുകളാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഡൈസബ്സ്റ്റിറ്റ്യൂട്ടഡ് സൈക്ലോഹെക്സേൻ്റെ കേസസ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ 1,4, 1,3, 1,2 സബ്സ്റ്റിറ്റ്യൂയൻസ് വരുന്ന കേസസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ മീഥൈൽ ഗ്രൂപ്പ് വെച്ചിട്ടുള്ളത് നിങ്ങൾ വരച്ചതിനെ പഠിക്കുക. അതിൽ ഡയാക്സൽ ഇൻട്രാക്ഷൻസ് വരുന്ന കേസ്, ഹൈഡ്രജൻ ബോണ്ടിങ് വരുന്ന കേസുകൾ എക്സെപ്ഷണൽ കേസസ് ആയിട്ട് സെലക്റ്റീവായിട്ട് പഠിക്കാം. ഇത് നിങ്ങൾക്ക് കൽസിയിൽ റെഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.